നമ്മളിന്ന് വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ മൈൻക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ആവും കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ഇത് എവിടം വരെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഒരു എൻഡർ ഡ്രാഗനെ കൊല്ലുന്നവരെ. എനിക്ക് ഇത് അറിയാമോന്ന് ചോദിച്ചാലേ ഓൾമോസ്റ്റ് ഒക്കെ അറിയാം, അധികമൊന്നും അറിയില്ല, പകുതിയോളൊക്കെ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പിന്നെ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെയുള്ള ഇവിടെ നമുക്കൊരു എൻഡർ ഡ്രാഗനെ തോപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ വുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ ക്രാഫ്റ്റിംഗ് ടേബിൾ, എന്നിട്ട് ഈ സ്റ്റിക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കുക. ഒരു സോഡ്, ആക്സ്, പിക്കാസും ഷവലും പിന്നെ ഇതും എടുത്തേക്കാം. എന്തിനാന്നൊന്നും അറിയില്ല. അയ്യോ, നമ്മൾ ഇതും കൊണ്ടല്ലേ. ഓക്കെ, നമുക്കപ്പോൾ ആദ്യത്തെ ബെഡ് നമുക്ക് അത്യാവശ്യമാണ്. അതിന് നമ്മൾ ഷീപ്പിനെ താഴോട്ട് വീഴല്ലേ. ഓക്കെ, ഇപ്പോൾ 2 എണ്ണമായി. 2 ബെഡ് അല്ല, ഇനി ഒറ്റൊരെണ്ണം കൂടിയാണ്. ഒരു ഷീപ്പിനെ കൂടി കിട്ടുവാണെങ്കിൽ, ഒരു ഷീപ്പിനെ എവിടെ ഷീപ്പ്? ഫൈനലി ഗൈസ്, നമുക്കൊരു ഷീപ്പിനെ കിട്ടി. അവിടെ 2 അടിക്കാതെ തന്നെ. ആദ്യമേ തന്നെ നമുക്ക് ഒരു ഇതുണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കട്ടെ. ഒരു ബെഡ്. നമ്മളൊരു ബെഡ് ഉണ്ടാക്കി. അല്ലാത്ത സമയങ്ങളിൽ ഞാനില്ലേ ഷീപ്പിനെ കൊല്ലുകയൊക്കെ ചെയ്യും. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യാറുണ്ട് വില്ലേജ് കണ്ടുപിടിക്കുവാണെങ്കിൽ മാത്രം. വില്ലേജിൻ്റെ അടുത്തൊക്കെ ഈ കുന്തി പോയി. അപ്പം നമുക്ക് ഒരു നല്ല സ്പോട്ടൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ ഗൈസ്, ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അവിടെ ആയിട്ടാണ്. ഒരു കുഞ്ഞ് വീട് പോലെ ഉണ്ടാക്കി. പക്ഷെ നമുക്ക് തിരിച്ച് കയറാൻ വേണ്ടി കുറച്ചും കൂടി വുഡ് വേണം. എഞ്ചപ്പനെ രാത്രി ഗൈസ്, നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ബേസ്. കുറച്ച് ഏണി ഉണ്ടാക്കി. ഇനി നമുക്ക് ഫുഡ് വേണം. അതിനായി നമ്മൾ കോള് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഒരു കേവ് കണ്ടുപിടിക്കും. ഗൈസ്, ഞാൻ ഇവിടെ കൂടെ വന്നപ്പോൾ ഒരു കേവും കണ്ടുപിടിച്ചു. കോളും അല്ല, ഇതിൻ്റെ പേരിൻ്റെ കോപ്പറും കണ്ടുപിടിച്ചു. ഈ കോപ്പറൊന്ന് മൈൻഡ് ചെയ്ത് എടുക്കട്ടെ. ഒരു കോപ്പറിൽ നിന്ന് നമുക്ക് അയ്യോ ആക്സും കൊണ്ട് ഒരു അത്രക്കായോ. എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവൻ്റെ അയൺ ഷവല് കിട്ടി. നമ്മളൊരു കേവ് കണ്ടുപിടിച്ചു. ഇപ്പൊ ഇങ്ങോട്ട് വന്ന് സേഫാണോ? മേളോട്ട് കയറട്ടെ. അവിടെയാണ് നമ്മുടെ വീട്. ഇതേ ക്രീപ്പർ വരുന്നു, ഓടിക്കോ. വരട്ടെ. ഒന്നാമത് ഫുഡില്ല മോനെ. എൻ്റെ കയ്യിൽ 3 അടിയാവും. 3 അല്ല, കുറച്ചും കൂടി കാണും. ഉണ്ടോ? നമ്മളൊക്കെ പണ്ട് സീനല്ലേ. ഇതപ്പോ എപ്പിസോഡ് 1 കേട്ടോ. പോവും. ഒരു സ്കെൽട്ടനെ കൊല്ലണം. അറിയില്ലാത്തവർക്ക് പറയുകയാണ്, സ്കെൽട്ടനെ കൊണ്ട് നമുക്ക് ഈ എന്തുവാ കാടും ഇതൊക്കെ ഇവിടെ അടിയിലുണ്ടെന്ന് മനസ്സിലായി മോനെ. പക്ഷെ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആരും വരണ്ട. ഇവിടെ ബ്ലോക്കാക്കി വെക്കാം. ഇവിടെ നോക്കാം, ഇതാരും കാണൂല. ഓക്കെ, നമുക്ക് ഈ കോൾ എടുക്കാം.
കോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തിനാണെന്നറിയോ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അടിയിലോട്ടാണ്. ഇങ്ങനെ ക്രൗള് ചെയ്യുക. എന്നിട്ട് അടിയിലുണ്ടായിരുന്ന ചമ്മി നമുക്ക് ഈ കോളൊക്കെ ഒന്ന് ഇവിടെയൊക്കെ അടിയിലുണ്ടല്ലോ. ഇവിടെ കാണൂല. ഉണ്ട്. വൈ ഓക്കെ, നമുക്ക് ഇവിടുന്ന് മാക്സിമം പറ്റുന്ന കോളൊക്കെ എടുത്തോണ്ട് പോവാം. കിട്ടി കോളൊക്കെ. അവിടെ ആയിട്ടും കുറച്ചുണ്ട്, അതെടുക്കണം. നമ്മള് വലിയ പണിയാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല, നല്ല പേടി കുറഞ്ഞവർക്കൊക്കെ ഇത് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതെടുക്കാം. ഇനി ഓടിക്കോ. അയ്യോ, ഓടറാ മച്ചാനെ, ഓടിക്കോ പങ്കിൻ. അപ്പൊ ഇവിടെ അടുത്തായിട്ട് എവിടെയോ വില്ലേജ് ഉണ്ടോ? അതിന്റെ അർത്ഥം വില്ലേജ് ഉണ്ട്. അടുത്ത എപ്പിസോഡ് നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ ഗൈസ്, ഞാനില്ലേ ഇത് നമ്മുടെ ഹെഡ് വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതെങ്ങനെ? നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. വേഗം തന്നെ പോട്ടെ. നമ്മൾ വിശന്ന് ചാവാറായി. അതുകൊണ്ട് വെക്കുന്ന നമ്മുടെ വീട്ടിലോട്ട് പോകേണ്ടതാണ്, ഇല്ലെങ്കിൽ പണി പാളും എന്ന് ഞാൻ അറിയിച്ചിരിക്കുന്നു. വീടെത്തി ചവല്. ഇനി നമുക്കിതൊന്ന് പൊട്ടിക്കണം എന്നുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇത് ഇവിടെ. വേഗം വെക്ക്. വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഫുഡെങ്കിലും ഒന്ന് ആവണം. ഫുഡ് ഇപ്പം ഏറ്റവും വലുത്. ഒരു പോർക്ക് കിട്ടിയാൽ മതി ജീവൻ നിർക്കാൻ. പോർക്കല്ല ഇത്, പശു അല്ല, പോർക്ക് കിട്ടിയ അവിടെ കിടന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഈ പോർക്കെടുത്ത് കഴിക്കട്ടെ. ഇത്ര കട്ട കൂടിയാ. എന്നാ പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ഏതാ? ചിക്കൻ 2 ഉള്ളു. ഇതിരിക്കട്ടെ ഗൈസ്, ഇതാവട്ടെ കേട്ടോ. എന്നാ എങ്ങനെയുണ്ട് നമ്മുടെ ബേസ്? കൊള്ളാമോ? ഇതൊന്ന് വെച്ച് ഇനി ആരും കയറൂല, പേടിക്കുമുണ്ട്. ഇവിടെ കുറച്ച് എക്സ്പാൻഡ് ആക്കാം നമുക്ക്. ഇവിടെ ഓട്ടയുണ്ട്. അപ്പോഴറിയാം നമുക്ക് ഗ്ലാസ്സിന് സാൻഡാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ വീട് ഇതാണ് നിലവിൽ. അടുത്ത പാർട്ടി നമ്മളെ കിടലോസ്കി വീടുണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇതൊക്കെ എടുത്ത് നമുക്ക് ചെസ്റ്റിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. ഇതും ഇരിക്കട്ടെ. ആവശ്യം വരും. ഇത് നമ്മളുടെ കയ്യിൽ ബ്ലോക്ക് വേണം. കണ്ട ഗൈസ്, നേരത്തെ എനിക്ക് മറ്റേ സോംബിനെ കൊന്നപ്പോൾ കിട്ടിയ ഷവൽ. ഇതും കൊണ്ട് എന്തോ ഉപയോഗമുണ്ട് എന്ന് ചെയ്യട്ടെ. ഇത് ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ വാട്ടർമെലൺ സീഡ് അല്ല, പംകിൻ സീഡ് കിട്ടുമോ? എന്നാൽ ഞാൻ ഇപ്പോൾ പോണോ? ഇവിടെ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാം, 2 എണ്ണം വെക്കാം. 2 എണ്ണം വേണം. പക്ഷേ ഇതിവിടെ ഇരിക്കട്ടെ. വെള്ളം വേണം, പക്ഷെ വളരൂല. ഗൈസ്,
ഇതൊന്നാവട്ടെ ഏട്ടാ. നമ്മളപ്പോൾ ഈ പാട്ടിൽ ഇത് ഇത് പോയത് കൊണ്ടാ. നമുക്കിനി എൻ്റെ ചിക്കൻ ഇല്ലേ, ചിക്കൻ എന്തേ? ചിക്കൻ ഇതിലാ. എല്ലാം നമുക്ക് കുക്ക് ചെയ്ത് ഇപ്പോഴേ വെക്കാം കേട്ടോ. അതായിരിക്കുമല്ലേ കുറച്ചും കൂടി ഈസി. ഇനി ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇതാരാ ചെയ്യാൻ പറഞ്ഞ? ഇത് ഇന്ന് കുക്കാവട്ടെ. ഇവിടെ രാത്രിയായി, നമുക്കൊന്ന് കിടന്നുറങ്ങാം. നല്ല സുഖം, കുറേ നേരം ഉറങ്ങിയിട്ട്. ഇത് ഇനി നമുക്കേ ഇത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, അതാകുമ്പോൾ ഭയങ്കര പാടാ. ഇനി നമുക്ക് ഇതൊന്ന് കത്തിക്കാം. എന്ത് ഇതാവട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്ര. നമ്മളെ ഇതിൽ വീട് പണിഞ്ഞു. ഇനി നമ്മുടെ ഒന്നാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് തീരുകയാണ്. നമ്മൾ ഇന്ന് വീട് പണിഞ്ഞു, ഒരു മൈനിങ്ങിന് പോയി. ഇവനും കൂടി കൊന്നിട്ടേ ഉള്ളൂ തീരല്. ചാട അതെങ്ങനെ? ഇങ്ങനെ പറ്റൂലേ? അറിയാമായിരുന്നു. ഞാൻ ഓർത്തു ഇതെങ്ങനെ ഇതും കൊണ്ടാ ചെയ്തതെന്ന് ഞാൻ ഓർത്തു. ഇനി നമ്മൾ പോകുന്ന വഴി കൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാലോ. അതാകുമ്പോൾ നമുക്ക് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ പറ്റൂലോ. ഇവിടെ ഒരു സ്പൈഡർ ഉണ്ടല്ലോ, സ്പൈഡറിൻ്റെ അടുത്ത് അടി. ഈ എപ്പിസോഡ് ഞാൻ ആദ്യമായിട്ടാട്ടോ സ്പൈഡറിൻ്റെ അടുത്ത് അടി ഉണ്ടാക്കാൻ വന്നു. സ്പൈഡർ നിൽക്ക. ഈ വീഡിയോ ഇപ്പം അവസാനിക്കുന്നു. നിൽക്കുന്നേ. എനിക്ക് കിട്ടി. അവിടെ പംകിൻ ഇരിക്കുന്നുണ്ടല്ലേ. ഈ പംകിൻ ഇത് പംകിനുള്ള സ്ഥലത്തൊക്കെ അതിൻ്റെ അടുത്തായിട്ടൊരു വില്ലേജ് കാണുമെന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ഇതൊന്ന് നോക്കട്ടെ. നമ്മളപ്പോൾ ഇന്ന് പംകിൻ ഇത് വളരെ. അപ്പോൾ ഇത്രയുള്ളൂ.